ഹായ് ഓൾ. നമ്മുടെ എഫ്എമ്മിൻ്റെ ക്ലാസ്സുകളെല്ലാം തീർന്നിട്ടുണ്ട്. നമ്മൾ ഫുൾ കവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് പെൻഡിങ് ആയ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ ബി, ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് ആണ്. ഓക്കെ, സോ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഡ്രൈ തിയറിയാണ്, നമുക്ക് പ്രോബ്ലം ആയിട്ടൊന്നുമില്ല, എന്നാൽ എളുപ്പമാണ്. പ്രത്യേകിച്ച് തല പോയിക്കാനും മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, നമുക്ക് എക്സാമിന് ഇതെങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് ഫസ്റ്റ് മനസ്സിലാക്കാം. എക്സാമിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്, ഇതിപ്പം 20 മാർക്സിൻ്റെ ഏരിയ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 20 മാർക്സ് ആണെങ്കിൽ 4 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ 4 നിന്നും 5 മാർക്കിൻ്റെ വെയിറ്റേജ് വെച്ചാൽ ഓക്കെ. പക്ഷെ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ അവന്മാർ 7 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എ എന്തുവാ, MCQ അല്ലേ. MCQവിൽ എങ്ങനെ പോയാലും ഒരു 3 to 4, 3/4 എന്ന് വായിക്കണ്ട, 3 or 4 MCQs ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ടൈം 3 എണ്ണമായിരുന്നു. സെക്ഷൻ ബിയിൽ ഡിസ്ക്രിപ്റ്റീവിൽ ക്വസ്റ്റ്യൻ 2 പാർട്ട് ബി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 2വിൽ സബ് ക്വസ്റ്റ്യൻ ബി, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ 8 പാർട്ട് ബി, രണ്ടും 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ തന്നെ 6 മാർക്കായി. മൂന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ 6, 14 എത്രയായി? 20 മാർക്ക് അതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് എക്സാമിന് ചോദിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ മക്കളെ, സെറ്റല്ലേ? ശരി, സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. എങ്ങനെ പോയാലും നിങ്ങൾക്ക് MCQ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് MCQ പോർട്ടലുണ്ട്, ടെക്സ്റ്റിൻ്റെ ബാക്കിലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എളുപ്പമാണ്, വേറെ തല പോയിക്കാനൊന്നുമില്ല. പക്ഷേ സെക്ഷൻ ബിനെ സംബന്ധിച്ചിടത്തോളം 7 മാർക്കിൻ്റെ നല്ല ഡിസ്ക്രിപ്റ്റീവ് തിയറി ആയിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. സോ അത് നന്നായിട്ട് നിങ്ങൾ നോക്കണം. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ നമ്മുടെ 8th മൊഡ്യൂൾ തൊട്ടാണ് നമ്മുടെ ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങുന്നത്. ഓക്കെ, ആൻഡ് മുഴുവൻ ടെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 105 പേജോളം വരും. ഓക്കെ, സോ ഒരുപാട് വലിച്ചു വാരിയാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചുമ്മാ കുറേ വേണ്ടാത്ത എക്സാമ്പിൾസ്, കുറേ കേസ് സ്റ്റഡി, ഇങ്ങനെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് കുറേ കാര്യങ്ങളുടെ ഡേറ്റ ഇവർ ചുമ്മാ കുറേ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ കുറേ ബൾക്ക് ഡേറ്റ കൊടുത്തേക്കുന്നതിനകത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് ടൈം യൂട്യൂബിൽ വീഡിയോ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിനകത്താണെങ്കിൽ ഞാൻ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുമായിരുന്നു. സോ ദിസ് ടൈം നമ്മളൊരു ചേഞ്ചിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡാറ്റ അനലിറ്റിക്സിന്. ഓക്കെ, അപ്പം എല്ലാം കൂടെ ഞാൻ, അതായത് ഈ മൊത്തം 105 പേജിനെയും കൂടെ ഞാനൊന്ന് ഷോർട്ടാക്കി വേണ്ടത് മാത്രം, ടെക്സ്റ്റിലെ കണ്ടൻറ്റ് ഇടേണ്ടത് അതുപോലെ തന്നെ ഇടേണ്ടത് ഇട്ടിട്ടുണ്ട്. എന്നാൽ വേണ്ടാത്തതെല്ലാം കളഞ്ഞിട്ട് എല്ലാം കൂടെ ഒരു 25 പേജിൽ ഷോർട്ടാക്കിയിട്ട് BDയുടെ മെറ്റീരിയൽ നമ്മൾ ഇപ്രാവശ്യം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം എക്സാമ്പിൾസിൻ്റെ വരുന്നതെല്ലാം ഞാൻ ടെക്സ്റ്റും അല്ലാതെ ഞാൻ എഴുതി ഒക്കെ കാണിക്കും. അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് എക്സാം സമയത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ഫുൾ ഫ്ലെജ്ഡ് മെറ്റീരിയൽ നമ്മൾ ഇപ്രാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. കവർ പേജും ഇൻഡെക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ 25 പേജേ ഉള്ളൂ. അതും വേണ്ട ഡേറ്റ മാത്രം. നമ്മുടെ വെയിറ്റേജ് പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ ഉള്ളത് ഡേറ്റ പ്രോസസ്സിംഗ്, ഓർഗനൈസേഷൻ, ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ, ഡേറ്റ പ്രസൻറ്റേഷൻ, വിഷ്വലൈസേഷൻ, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ, ഡേറ്റ അനാലിസിസ് ആൻഡ് മോഡലിംഗ്. എടുത്തു പറയാനാണെങ്കിൽ 8th ചാപ്റ്റർ ഫസ്റ്റ്, ഇതിനകത്ത് 8ാമത്തെ മൊഡ്യൂളും 10ാമത്തെ മൊഡ്യൂളും 9ഉം വലിയ കുഴപ്പമില്ല. ഇത് 3ഉം നല്ല എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇച്ചിരി കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് ലെങ്തി ആണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യമുണ്ടെന്ന് ഉള്ള ഒരു ചാപ്റ്റർ 11th മൊഡ്യൂളാണ്. ഓക്കെ, സോ 11th ഉള്ളൂ. ഇതിനകത്ത് ഇച്ചിരി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഉള്ളത്. ബാക്കിയൊക്കെ ഒരുമാതിരി റെപ്പറ്റേഷനും കാര്യങ്ങളൊക്കെ തന്നെ. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ
ഡെവലപ്പ് ചെയ്ത് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റേജ് അറിയാലോ, 20 മാർക്കിൽ ഈക്വൽ വെയിറ്റേജ് തന്നെ എല്ലാ ചാപ്റ്റേഴ്സിനും കൊടുത്തേക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, അപ്പം ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ നമ്മുടെ കോഴ്സിലുള്ള റെലവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെലവൻസ് ഉണ്ട്. കാരണം പണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്, പേപ്പറിലാണ് എഴുത്തുകുത്തായിരുന്നു അല്ലേ. സോ അത് പ്രാക്ടിക്കലി ഇന്നത്തെ കാലത്ത് അത് നടക്കുമോ? നടക്കാൻ വലിയ പാടാണ്. കാരണം ഒരു കമ്പനിക്ക് എല്ലാം ബുക്സിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതെങ്ങനെ ഓഡിറ്റ് ചെയ്യും? ഓഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തോരം കഷ്ടപ്പെടണം. ഇത്രയും പേപ്പർ മറിച്ച് ഇത്രയും ജേണലും ലെഡ്ജറും എല്ലാം നോക്കി കുത്തിയിരുന്ന് കാൽക്കുലേറ്ററിൽ അടിച്ച് വലിയ പാടല്ലേ. സോ ഡിജിറ്റൽ ഡേറ്റ, അതിനാണ് ഇന്ന് കാലത്ത് റെലവൻസ്. അപ്പം നമുക്കിത് പറയാൻ പറ്റും, ദർ ഈസ് എ സെയിങ് ഡേറ്റ ഈസ് ദ ന്യൂ ഓയിൽ. ഓയിൽ, വൈ ഓയിൽ? എന്തുകൊണ്ടാണ് ഓയിൽ എന്ന് പറയുന്നത്? നമ്മൾ സൗദിനെ എടുക്കുവാണെങ്കിൽ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ, കുവൈറ്റ്, സൗദിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ. കാരണം അവിടെ ഓയിൽ റിസർവ്സ് കൂടുതലാണ്, ക്രൂഡ് ഓയിൽ അല്ലേ, എണ്ണ, ക്രൂഡ് ഓയിൽ. സോ ക്രൂഡ് ഓയിലിൻ്റെ റിസർവ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ കൺട്രോൾ ചെയ്യുന്നവരാണ് ഇന്ന് കിങ് എന്ന് വേണേൽ പറയാൻ പറ്റും. ആണോ അല്ലയോ? സോ ഇന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ. സോ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സാധനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കൺട്രോൾ ചെയ്യുന്നവനാണ് ഇന്ന് കിങ്. അപ്പോൾ ദർ ഇസ് എ സെയിങ് ഡേറ്റ ഈസ് എ ന്യൂ ഓയിൽ. ഇന്ന് കാലത്ത് ക്രൂഡ് ഓയിൽ പോലെ തന്നെ ഡേറ്റ കയ്യിലുള്ളവനാണ് കിങ്. അതുകൊണ്ടാണ് ഡേറ്റ ഈസ് എ ന്യൂ ഓയിൽ എന്ന് പറയുന്നത്. എന്ത് ഡേറ്റ? ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഡേറ്റയാണെന്ന് വിചാരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് ഒരുത്തനും ട്രേഡ് ചെയ്യണം, പക്ഷേ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനീനെ സംബന്ധിച്ചുള്ള ക്രൂഷ്യൽ ഡേറ്റയാണ് അവൻ്റെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അവൻ അതനുസരിച്ചിട്ട് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാം, അല്ലയോ? ഇനി അതല്ല, നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ 2020 കോവിഡ് വന്നു അല്ലേ. കോവിഡ് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വരുന്നതിന് മുന്നേ തന്നെ കമ്പനികൾക്കെല്ലാം ഒരു അറിയിപ്പ് കിട്ടുവാണ്, കോവിഡ് ഇത്രയും സിവിയറാണ്, ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള അവസ്ഥ എത്തും എന്നൊക്കെ കമ്പനികൾക്ക് മുന്നേ കൂട്ടി ഇൻഫർമേഷൻ കിട്ടുവാണെന്ന് വിചാരിക്കുക. അവർക്കതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാമല്ലോ. കാരണം കോവിഡ് വന്ന സമയത്ത് എല്ലാ കമ്പനിയുടെയും ഷെയർസിൻ്റെയും അല്ലെങ്കിൽ അവരുടെ എല്ലാം സെയിൽസ് എല്ലാം ഡൗൺ ആയിരുന്നു അല്ലേ. നേരെ മറിച്ച് മുന്നക്കൂട്ടി ഈ ഒരു ഡേറ്റ അവർക്ക് കിട്ടുമായിരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് പ്ലാൻ ചെയ്യാമല്ലോ. സോ ഡേറ്റ മുന്നക്കൂട്ടി കിട്ടുന്നത് അല്ലെങ്കിൽ ഡേറ്റ കയ്യിലുള്ളവനാണ് ഇന്ന് കാലത്ത് നിലനിൽപ്പുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡേറ്റ. ഡേറ്റ ഈസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ നീഡ്സ് ടു ബി പ്രോസസ്ഡ് ഫോർ ഗ്യാതറിങ് നോളജ്. ഓക്കെ, എനി ഡേറ്റ ഓൺ ഇറ്റ്സ് ഓൺ ഡസ് നോട്ട് കൺഫർ എനി മീനിങ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലോട്ടൊന്ന് പോവാം. ടെക്സ്റ്റിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. സോ നോക്കിയേ, 2, 4, 6, 8 അമൂൽ, നെസ്ലെ, ITC 36, 37, 38, 35, 36 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചുമ്മാ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ചുമ്മാ ഞാൻ കുറച്ച് നമ്പേഴ്സ് എഴുതി വെക്കാമെന്ന് വിചാരിക്കേ. 2, 4, 6, 8, 10, 12. അമൂൽ, നെസ്ലെ, ITC, പിന്നെന്താണ് 36, 35, 34, 37 ഇങ്ങനെ കുറച്ചുകൂടെ എഴുതി വെക്കാമെന്ന് വിചാരിക്കും. ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഇത് നമ്പേഴ്സാണ്. ഓക്കെ, ഇത് കുറച്ച് കമ്പനികളുടെ പേരാണ്, ഇതും കുറച്ച് നമ്പേഴ്സാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതാണ് ഡേറ്റ. ഇനി നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് എന്താണ്? ഡേറ്റ നീഡ്സ് ടു ബി പ്രോസസ്ഡ് ഫോർ ഗ്യാതറിങ് ഇൻഫർമേഷൻ. ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻഫർമേഷനായിട്ട് മാറും. നമുക്കപ്പോൾ ടെക്സ്റ്റിലോട്ടൊന്ന് പോയി നോക്കാം.
2468 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2 എന്ന് വേണേൽ പറയാം. അല്ലേ, നോക്കിക്കേ, എനിക്ക് വേണമെങ്കിൽ ഇതിനെ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയാം. ടേബിൾ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്താണ് ഈവൻ നമ്പേഴ്സ് എന്ന് വിളിക്കാം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം വന്നില്ലേ? ഈ ചുമ്മാ കുറേ നമ്പർ എഴുതുന്നു, അതല്ല, അതിൻ്റെ കൂടെ കോണ്ടെക്സ്റ്റ് കൂടെ വന്നപ്പോൾ അതിനൊരു മീനിങ് വന്നു. അമൂൽ, നെസ്ലെ, ITC ഇതൊക്കെ എന്താണ്? അമൂലിൻ്റെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ്? പാല്, തൈര്, ബട്ടർ, ഇതൊക്കെ. നെസ്ലയുടെ എന്തുവാ? നെസ്ലേക്ക് നമ്മുടെ പാൽപ്പൊടി, ഈ പറഞ്ഞ പോലെ എന്താണ് ചോക്ലേറ്റ്സ്, അങ്ങനെയൊക്കെ. ITC ആണെങ്കിലോ ബിസ്ക്കറ്റ്സ്, അങ്ങനത്തെ ഒക്കെയുള്ള നൂഡിൽസ്, ഇങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സാണ്, FMCGയാണ്. FMCG പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം, അല്ലേ? അപ്പോൾ ഇതെല്ലാം FMCG കമ്പനീസിൻ്റെ പേരാണ്. ഇനി 36, 35, 34, 37 ഇതൊക്കെ എന്താണ്? ടെമ്പറേച്ചറാണ്. 36 ഡിഗ്രി ഇവിടെ എഴുതിട്ട് കഴിഞ്ഞാൽ എന്താ? ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചേഴ്സ് ഇൻ കൊൽക്കത്ത, അതാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. ഓക്കെ, നമ്മൾ പറയില്ലേ 30 ഡിഗ്രി 33 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതാണ് ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞേക്കുന്നത്. ശരി. സോ ഇങ്ങനെ ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് മാറി. ഇതിൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ഇൻഫർമേഷനാണ്. ഓക്കെ, ഇത് ഡേറ്റയായിരുന്നു, ഇത് ഇൻഫർമേഷൻ. ഇനി ഇത് വെച്ചിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കും നോളേജ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, വെൻ ദിസ് ഇൻഫർമേഷൻ ഈസ് യൂസ്ഡ് ഫോർ സോൾവിങ് എ പ്രോബ്ലം വി സേ ഇറ്റ്സ് നോളജ്. അപ്പോൾ ഇതിന് മൂന്നിനും ഡെഫിനിഷൻ ഈ കൊടുത്തേക്കുന്നത്: ഡേറ്റ, ഇൻഫർമേഷൻ ആൻഡ് നോളജ്. നോളജ് നോക്കാം. ഇൻഫർമേഷൻ പ്ലസ് അതിൻ്റെ ആപ്ലിക്കേഷൻ. നോക്കിക്കേ, 2468 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2, ദ ടേബിൾ ഓഫ് 3 സ്റ്റാർട്ട്സ് ഫ്രം 3. അതിൻ്റെ ആപ്ലിക്കേഷനാണ്. അമൂൽ, നെസ്ലെ, ITC ദീസ് ഫിനാൻഷ്യൽ കമ്പനി ഇതിൻ്റെ പെർഫോമൻസ് ഷുഡ് ബി അനലൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്ത്യൻ FMCG സെക്ടർ. ഇന്ത്യയിലുള്ള ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ FMCG സെക്ടറിൻ്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട് ടോപ്പിലുള്ള ഈ 3 കമ്പനീസെ അനലൈസ് ചെയ്താൽ മതി. ഈ കിട്ടിയ ഡാറ്റയുടെ ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ 36, 37 ഇത് എന്താണ്? ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇൻ കൊൽക്കത്ത. ഈ ടെമ്പറേച്ചർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാകും. AC കമ്പനിയാണെന്ന് വിചാരിക്കുക. AC കമ്പനി ആണെങ്കിൽ എന്തോരം AC വിറ്റ് പോകും. സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം ഈ ടെമ്പറേച്ചർ. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ AC ഇല്ലാത്തവരോട് AC വെക്കും, അല്ലേ? താങ്ങാനാവാത്ത ചൂടാകുമ്പോൾ ആൾക്കാരെന്താണ്? പുതിയ പ്രോഡക്റ്റ്സ് AC വാങ്ങാൻ നോക്കും. സോ അതാണെന്ത് ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ. അപ്പം ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റയ്ക്ക് മീനിങ് ഇല്ല. ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് നോളജ്. ഓക്കെ, സോ ടെക്സ്റ്റിൽ ഇത്രയും എഴുതിയിട്ടുണ്ട്. നമ്മളിതാ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഇതിൻ്റെ എക്സാമ്പിളൊക്കെ എന്താണ് വരത്തില്ല. ഇനി അതല്ല, MCQയിൽ ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ. സോ അതിന് ഇത്രയും മതി. ഇനി അടുത്തത് നേച്ചർ ഓഫ് ഡേറ്റ. ഡേറ്റ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്? ഒന്ന്, ന്യൂമറിക്കൽ ഡേറ്റ. ന്യൂമറിക്കൽ ഡേറ്റ എന്താ? 1, 2, 3, 4 ഇതാണ് ന്യൂമറിക്കൽ ഡേറ്റ. ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ. ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള തിയറി ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റയാണ്, അല്ലേ? നേരെ മറിച്ച് നമ്മളൊരു പ്രോബ്ലം ആണെങ്കിലോ അത് ന്യൂമറിക്കൽ ഡേറ്റ. ഗ്രാഫിക്കൽ ഡേറ്റ. ഗ്രാഫിക് ഡേറ്റ എന്താ? പടത്തിൽ കാണിച്ചേക്കുന്നത്, പിക്ചേഴ്സായിട്ട് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രാഫ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രാഫ്, അല്ലേ? അതൊക്കെ എന്താണ്? ഗ്രാഫിക്സ്. അത് ഗ്രാഫിക് ഡേറ്റ. അതാണ് നേച്ചർ ഓഫ് ഡേറ്റ. അപ്പം ന്യൂമറിക്കൽ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ഡേറ്റ എക്സ്പ്രസ്ഡ് ആസ് നമ്പേഴ്സ്. ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഗ്രാഫിക് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ ഓർ ഗ്രാഫിക്സ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സോ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കീവേഡ്സ്. സോ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിനകത്തെ സബ് മൊഡ്യൂൾ ആകത്തത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ്. ഫിനാൻസിലും കോസ്റ്റിങ്ങിലും യൂസ് ചെയ്യപ്പെടുന്ന ടൈപ്സ് ഓഫ് ഡേറ്റ. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ് നമുക്ക് നോക്കാം. സെക്കൻഡ് സബ് മൊഡ്യൂളാണ്. ഇതിനകത്ത് കൈൻഡ്സ് ഓഫ് ഡേറ്റ. നമുക്ക് ഡേറ്റേനെ ഫൈനാൻസിലോ അല്ലെങ്കിൽ കോസ്റ്റിങ്ങിലോ നമുക്ക് യൂസ് ചെയ്യാൻ 2 ടൈപ്സ് ഓഫ് ഡേറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്വാണ്ടിറ്റി
അളവ്, നമ്പേഴ്സ് ഇങ്ങനെ ഓർത്തോണം. ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? അളവ്, നമ്പർ. അപ്പം ഡേറ്റ എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്, അതാണ് എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറിക്കൽ ഡേറ്റ. എക്സാമ്പിൾ സ്റ്റോക്ക് പ്രൈസ് ഡേറ്റ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, P&L, ബാലൻസ് ഷീറ്റ്, എവറിത്തിങ് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ ചിലപ്പോൾ അത് ടെക്സ്റ്റായിട്ടായിരിക്കും, വേർഡ്സിലായിരിക്കും, റിപ്പോർട്ടുകൾ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റയാണ് എന്ത്? ക്വാളിറ്റേറ്റീവ് ഡേറ്റ. സം ഡേറ്റ ഇൻ ഫിനാൻഷ്യൽ സ്റ്റഡീസ് മേ അപ്പിയർ ഇൻ ക്വാളിറ്റേറ്റീവ് ഫോർമാറ്റ്. എക്സാമ്പിൾ ടെക്സ്റ്റ്, വീഡിയോ, ഓഡിയോ എക്സെട്ര. ഇതിന് പറയുന്ന പേരാണെന്ത്? ക്വാളിറ്റേറ്റീവ് ഡേറ്റ. അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ്, ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ്, വീഡിയോ, ഓഡിയോ. എളുപ്പമല്ലേ മക്കളെ? ഇതാണ് കൈൻഡ്സ് ഓഫ് ഡേറ്റ. ഇനിയും ടൈപ്സ് ഓഫ് ഡേറ്റ, ഇതിനെ വീണ്ടും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പം ഡേറ്റേനെ നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് തരംതിരിക്കാനാണെങ്കിൽ നമുക്കിതിനെ 4 ഇത് പറയാം. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. നോമിനൽ സ്കെയിൽ. Nominal scale is being used for categorizing data. Under the scale, observations are classified based on certain characteristics. Category labels may contain numbers but have no numerical value. ലേബലിൽ ചിലപ്പോൾ നമ്പർ കാണും, പക്ഷെ എന്താണ്? അതിൽ ന്യൂമറിക്കൽ വാല്യൂ കാണത്തില്ല. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോമിനൽ സ്കെയിൽ. നമ്മളൊരു 10 പേരെ എടുക്കുന്നു. ഓക്കെ, ഈ 10 പേരിൽ എത്ര പേർക്ക് റെഡ് ഇഷ്ടമാണ്, എത്ര പേർക്ക് ബ്ലൂ ഇഷ്ടമാണ്, എത്ര പേർക്ക് ഗ്രീൻ ഇഷ്ടമാണ്, ഇങ്ങനെ ഞാൻ ചോദിക്കുവാണ്. അപ്പോൾ ഒരു 5 പേര് പറയുക റെഡ്, 3 പേര് പറയുക ബ്ലൂ, 2 പേര് പറയുക ഗ്രീന്. സോ ഇങ്ങനത്തെ സ്കെയിലിന് പറയുന്ന പേരാണെന്ത്? നോമിനൽ സ്കെയില്. ഓക്കെ, ഇനി അതല്ല, അപ്പം ഇതിന് പറഞ്ഞ ഈ റെഡ്, ബ്ലൂ, ഗ്രീൻ ഇതിന് പറയുന്ന പേരാണെന്ത്? കാറ്റഗറി ലേബല്. സോ വേണമെങ്കിൽ ഈ പേരിനകത്ത് വേണമെങ്കിൽ നമ്പേഴ്സ് വരാം, പക്ഷേ എന്താണ്? അല്ലാതെ നമുക്ക് എന്താണ്? അതിൽ നമ്പേഴ്സ് വരത്തില്ല. ഓക്കെ, ഒബ്സർവേഷൻസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. കാറ്റഗറി ലേബൽസ് മേ കണ്ടെയ്ൻ നമ്പേഴ്സ് ബട്ട് ഹാവ് നോ ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം 50% പേര് റെഡും 30% പേര് ബ്ലൂവും 20% പേര് ഗ്രീനും ഓപ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആൾക്കാരുടെ ശതമാനം അതാണ്, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, കൗണ്ട് അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നോമിനൽ സ്കെയില്. അടുത്തത് ഓർഡിനൽ സ്കെയില്. ഓർഡിനൽ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണേൽ പറയാം, ആദ്യമേ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം, എന്നിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം. Is being used for classifying and put it in order. Numbers just indicate an order. They do not specify how much better or worse stock is and specific price compared to one with lower price. അതായത് ഒരു ഓട്ട മത്സരം വിചാരിക്കുക. ഓക്കെ, അതിൽ ഫസ്റ്റ് കിട്ടിയവൻ കാണും, സെക്കൻഡ് കിട്ടിയവൻ കാണും, തേർഡ് കിട്ടിയവൻ കാണും. ഓക്കെ, ഈ ഫസ്റ്റ് കിട്ടിയവൻ ആ റേസ് ഫിനിഷ് ചെയ്ത് ചിലപ്പം എന്താണ് 10 മിനിറ്റിലായിരിക്കും, 10 minutes. സെക്കൻഡ് കിട്ടിയവൻ 10 minutes 20 seconds എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, തേർഡ് കിട്ടിയവൻ 10 minutes 11 minutes എടുത്തു എന്ന് വിചാരിക്കുക, 11 minutes. ഓക്കെ, സോ ഇതാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്നും ഒരു ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഓർഡിനൽ സ്കെയിൽ. ഇതിൽ കുറവ് സമയത്തിൽ തീർത്തവനാണ് ഫസ്റ്റ്, കുറച്ചുകൂടെ എന്താണ് കൂടിയ സമയത്തിൽ എടുത്തവനാണ് സെക്കൻഡ്, അതിലും കുറച്ചുകൂടെ കൂടിയ സമയത്ത് എടുത്തവനാണ് തേർഡ്. സോ ഇതാണ് ഓർഡിനൽ സ്കെയിൽ. ആൻഡ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഈ വാല്യൂസിനെ. നോക്കിക്കേ, ഈ ഫസ്റ്റ് മേടിച്ചവനും സെക്കൻഡ് മേടിച്ചവനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, രണ്ടുപേരും 2 സമയം എടുത്തേക്കുന്നത്. ഫസ്റ്റ് മേടിച്ചവനും തേർഡ് മേടിച്ചവനും കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവരും 2 ഡിഫറെൻറ്റ് ടൈമാണ് എടുത്തേക്കുന്നത്. സോ അങ്ങനെ നമുക്ക് ഈ വാല്യൂസ് തമ്മിൽ നമുക്ക് കമ്പാരിസൺ നടക്കത്തില്ല. ഇതാണ് ഓർഡിനൽ സ്കെയില്. അപ്പം ദ നമ്പേഴ്സ് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ആൻ ഓർഡർ. ദേ ഡു നോട്ട് സ്പെസിഫൈ ഹൗ മച്ച് ബെറ്റർ ഓർ വേഴ്സ് എ സ്റ്റോക്ക് ഈസ് അറ്റ് എ സ്പെസിഫിക് പ്രൈസ് കമ്പയർഡ് ടു വൺ വിത്ത് ലോവർ പ്രൈസ്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ
സ്റ്റോക്സ് കമ്പയർ ചെയ്യുമ്പോൾ ഒരെണ്ണം ബെറ്റർ ആണോ വേഴ്സ് ആണോന്ന് പറയാൻ പറ്റും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. അടുത്ത ഇൻ്റർവൽ സ്കെയിൽ. ഇൻ്റർവൽ സ്കെയിൽ ഇസ് യൂസ് ഫോർ കാറ്റഗറൈസിങ് ആൻഡ് റാങ്കിങ് യൂസിങ് ആൻഡ് ഈക്വൽ ഇൻ്റർവൽ സ്കെയിൽ. പിന്നെ എന്താണ് ഇവിടെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്താണ് ആസ് എ റിസൾട്ട് ഓഫ് സ്കെയിൽസ് ആർബിട്രറി 0 പോയിന്റ് റേഷ്യോ ക്യാനോട്ട് ബി കാൽക്കുലേറ്റഡ്. ശരി, അപ്പോൾ എന്താണ് ഇൻ്റർവൽ സ്കെയിൽ എന്ന് നമുക്ക് നോക്കാം. ഓർഡിനൽ കഴിഞ്ഞു. ഇൻ്റർവൽ സ്കെയിൽ. ഇൻ്റർവൽ സ്കെയിൽ. ഓക്കെ, എനിക്ക് വേണേൽ പറയാം 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി. ഓക്കെ, സോ ഇങ്ങനെ വേണേൽ പറയാൻ പറ്റും. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 30. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 30. അങ്ങനെ ഒരു ഫിക്സഡ് ഇൻ്റർവൽ സ്കെയിൽ. ഇത് ടെമ്പറേച്ചറാണ് ഞാൻ നോക്കുന്നത്. സോ ഇതിന് പറയുന്ന പേരാണ് എന്താ? ഇൻ്റർവൽ സ്കെയിൽ. ഇൻ്റർവൽ സ്കെയിലിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 വരും, വേണമെങ്കിൽ ഇവിടെ -30 ആവാം. സോ ഇതിന് എന്താണ് നെഗറ്റീവ് ഫിഗേഴ്സും ഇതിന് ഈ സ്കെയിലിൽ കയറി വരാം. അതാണ് ഇൻ്റർവൽ സ്കെയിലിൻ്റെ പ്രത്യേകത. സോ എന്താണ് ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ വൈസ് നോക്കാനാണെങ്കിൽ ഒരു മാസം ആവുന്ന ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 35, 36, 37 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കതിനെ ഈ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും, ഈ 30 to 60. ഇനി അതല്ല 65, 70 ഒക്കെ ആണെങ്കിലോ നമുക്ക് ഇതിലെടുത്താം. ഇങ്ങനെ ഫിക്സഡ് ഇൻ്റർവെല്ലിൽ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് എന്താ ഇൻ്റർവൽ സ്കെയിൽ. ഓക്കെ അല്ലേ മക്കളെ? അടുത്തത് റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ പൊസസസ് ഓൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോമിനൽ, ഓർഡിനൽ ആൻഡ് ഇൻ്റർവൽ സ്കെയിൽസ്. Acquired data can not only be classified and retained on ratio scale but also have equal intervals. Ratio scales have true 0, meaning 0 has significant value. Ratio scale ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റേഷ്യോ സ്കെയിൽ. ഒരു ക്ലാസ്സിൽ 10 പിള്ളേരുണ്ടെന്ന് വിചാരിക്കേ. 5 പിള്ളേർ മതി. A, B, C, D and E. ഓക്കെ, എക്ക് 50 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ബിക്ക് 25 മാർക്ക്, സിക്ക് 30 മാർക്ക്, ഡിക്ക് എന്താണ് 40 മാർക്ക്, ഇക്ക് എത്രയാണ്? നമുക്കൊരു 20 മാർക്ക് കൊടുക്കാം. ഓക്കെ, സോ റേഷ്യോ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിനെയും ബീനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, എയിനെയും ബീനെയും കൂടെ നോക്കുമ്പോൾ ബീനെക്കാട്ടിലും 2 times ആണ് എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, 50/25 എത്ര? 2 times ആണ്, അല്ലയോ മക്കളെ? അതേപോലെ ഇനി സിയും ഡിയുടെ കമ്പയർ ചെയ്യുവാണെങ്കിലോ എനിക്ക് പറയാൻ പറ്റും എന്താണ്? ഓക്കെ, ഇതാ സിൻ്റെ മാർക്കിനെക്കാട്ടിലും 1.3 times ആണ് ഡി. സിനെക്കാട്ടിലും അതുപോലെ തന്നെ എന്താണ് ഡിയും ഇയുടെ കമ്പയർ ചെയ്യുവാണെങ്കിലോ എനിക്ക് പറയാൻ പറ്റും ഇനെക്കാട്ടിലും 2 times ആണ് ഡി. ഇങ്ങനെ നമുക്ക് റേഷ്യോസായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് റേഷ്യോ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? സോ ഇതാണ് എന്ത് ടൈപ്സ് ഓഫ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ ആൻഡ് റേഷ്യോ. നോമിനൽ ആണെങ്കിൽ എന്താണ് അവിടെ കാറ്റഗറൈസ് ചെയ്യുന്നു, പേര് മാത്രമേ കാണത്തുള്ളൂ. ഓർഡിനൽ ആണെങ്കിലോ അതൊരു ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻ്റർവൽ സ്കെയിൽ ആണെങ്കിൽ ഈക്വൽ ഇൻ്റർവൽസ് വരും. റേഷ്യോ സ്കെയിൽ ആണെങ്കിൽ നമുക്ക് റേഷ്യോസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ അത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ടൈപ്സ് ഓഫ് ഡേറ്റ. ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞതാ. ഇനി പരീക്ഷയുടെ ആവശ്യത്തിന് വേണ്ടി ഇത്രയും പഠിച്ചാൽ മതി. ഈ ഒരു എഴുതി വെച്ചേക്കുന്ന മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? സോ സെക്കൻഡ് മൊഡ്യൂളും കഴിഞ്ഞു, സെക്കൻഡ് സബ് മൊഡ്യൂളും കഴിഞ്ഞു. തേർഡ് വൺ, ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, ഡിജിറ്റൈസേഷൻ. എന്താണ് ഡിജിറ്റൈസേഷൻ? Digitization implies the process of converting the data and information from analog to digital format. എന്താണ് അനലോഗ്, എന്താണ് ഡിജിറ്റൽ? ശരി, നമ്മളൊരു സാധാ ക്ലോക്ക്, ഓക്കെ, വാച്ച് എടുക്കാം. വാച്ച് എടുക്കുവാണെങ്കിൽ നമ്മൾ അനലോഗ് വാച്ച് എന്ന് പറയുന്നത് എന്ത് വാച്ചാണ്? ഇങ്ങനെ നമുക്കതിന് സെക്കൻഡ് സൂചി കാണും, അവർ സൂചി കാണും, എന്താണ് മിനിറ്റ് സൂചി കാണും, ഏറ്റവും കൂടുതൽ സെക്കൻഡ് സൂചിയും കാണും. ഓക്കെ, സോ ഇതെന്താണ് മെക്കാനിക്കൽ മൂവ്മെൻറ്റാണ്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്, ഇതിൻ്റെ ഓരോ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇനി ഡിജിറ്റൽ വാച്ചിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഒരു സ്ക്രീൻ കാണും, അതിനകത്ത് നമുക്ക് ഇങ്ങനെ
ഇത് ഡിജിറ്റലാണ്, നമുക്ക് എഴുതി കാണിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മളൊരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഞാൻ ഒരു ബുക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിക്കേ, ഒരു രജിസ്റ്ററായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിക്കേ, POA. ഓക്കെ, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അനലോഗ്. ജേണൽ ബുക്ക്, ലെഡ്ജർ ബുക്ക്, സെയിൽസ് രജിസ്റ്റർ, ക്യാഷ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ, അങ്ങനെ കുറേ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ കമ്പ്യൂട്ടറിനകത്ത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയെന്ന് വിചാരിക്കേ. കമ്പ്യൂട്ടറിനകത്ത് ഞാൻ ഇതിനകത്ത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അതാണ് എന്ത്, ഡിജിറ്റൽ. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഇതാണ് വ്യത്യാസം. ഇനി വേറെ എക്സാമ്പിൾ വേണേൽ പറഞ്ഞു തരാം. ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കേ. ഒരു സാധാ ബുക്കും ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, ഏറ്റവും നല്ല എക്സാമ്പിൾ അതാ. ടെക്സ്റ്റ് ബുക്ക്, ഫിസിക്കൽ ടെക്സ്റ്റ് ബുക്ക്, അനലോഗ്. ഇതിൻ്റെ PDF ഇത് ഡിജിറ്റൽ. നമ്മളൊക്കെ ചെയ്യാറില്ലേ മറ്റേ അഡോബി സ്കാൻ അല്ലെങ്കിൽ ക്യാം സ്കാനറൊക്കെ വെച്ചിട്ട് നമ്മൾ നോട്ട്സൊക്കെ സ്കാൻ ചെയ്ത് PDF ആക്കത്തില്ലേ? സെയിം തിങ്. നോട്ട്സ് ബുക്കായിട്ടിരിക്കുന്നത് അനലോഗ്, PDF ആക്കിയാൽ അത് ഡിജിറ്റൽ. Digitization implies the process of converting the data and information from analog to digital format. Data in the original form may be stored as an object, document, or an image. The objective of digitization is to create a digital surrogate of the data and information in the form of binary numbers that facilitate processing using computer. Okay, നമുക്കിത് കമ്പ്യൂട്ടറിലിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ, കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഡേറ്റ എടുക്കുന്നതാണ് എന്ത്, ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് വൈഡ് സ്പ്രെഡ്, അപ്പോൾ ഇതിന് രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ടു പ്രൊവൈഡ് എ വൈഡ് സ്പ്രെഡ് ആക്സസ് ടു ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ടു എ വെരി ലാർജ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്. രണ്ട്, പ്രിസർവേഷൻ ഓഫ് ഡേറ്റ ഫോർ എ ലോങ്ങർ പീരിയഡ്. ശരി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ബുക്ക് ഈ ബുക്ക് ഇതിപ്പോൾ ഞാൻ എഴുതിയ ഒരു ബുക്കാണെന്ന് വിചാരിക്കുക. എൻ്റെ ഇതിൻ്റെ ഒരൊറ്റ കോപ്പിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഹാർഡ് കോപ്പി കയ്യിൽ ബുക്കായിട്ട് തന്നെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ഈ ബുക്കിനെ എനിക്കൊരു 10-20 പേരുടെ അടുത്ത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഞാനിപ്പം ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ ബുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഞാനത് കൈ കൊണ്ട് എഴുതിയാണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഓക്കെ, കൈ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ബുക്കാണ്. ഇതെനിക്ക് നിങ്ങൾക്ക് എത്തിക്കണം, സ്റ്റുഡൻസായ നിങ്ങൾക്ക് എനിക്ക് ബുക്ക് തരണം. പക്ഷേ വേറെ മാർഗ്ഗമില്ല, ഇത് ഹാർഡ് കോപ്പി അല്ലേ. അപ്പം ഞാൻ എന്തോ ചെയ്യണം, ഇത് ഞാൻ കൊണ്ടുപോയി ഏതെങ്കിലും പ്രസ്സിൽ കൊടുത്ത് ഇതിനെ പ്രിൻ്റ് ചെയ്ത് ഇതിനെ ബുക്കാക്കി ഞാൻ നിങ്ങൾക്കല്ല ഇത് അയച്ചു തരണം, അല്ലയോ? എന്തോരം ടൈം കൺസ്യൂമിങ്ങാ, എന്തോരം കോസ്റ്റ് ആവും, എന്തോരം ചിലവ് വരുന്നുണ്ട്. നമുക്ക് ഒത്തിരി മെനക്കേടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കിനെ ബുക്കായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാനായിട്ട്. സെയിം ടൈം ഞാൻ ഇതിനെ അങ്ങോട്ട് PDF ആക്കി. ബുക്കിൻ്റെ PDF ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തരുവാണ്. നിങ്ങൾക്ക് മെയിൽ ചെയ്യുക എല്ലാവർക്കും. വല്ല പാടുമുണ്ടോ? നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ മൊബൈലിനകത്ത് ഇത് എടുക്കാനും പറ്റും. ഓക്കെ, ഇനി ഈ ബുക്കാണെങ്കിൽ ഇത് കുറച്ച് നാൾ ഷെൽഫിലിരുന്ന് ചെതലൊക്കെ അരിച്ച് പേജൊക്കെ പോയി വൃത്തികേടായി, അല്ലെങ്കിൽ ഒന്നും വേണ്ട, കുറച്ച് വെള്ളം വീണാൽ മതി, പ്രിൻ്റൊക്കെ ചിലപ്പം മാഞ്ഞു പോകത്തില്ലേ. സോ അങ്ങനെയൊക്കെ ഈ ബുക്കിന് സംഭവിക്കാം. ഇനി അതല്ല, ആ ബുക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസും കൂടുതലാണ്. നേരെ മറിച്ച് ഈ ഒരു PDF ആണെങ്കിലോ അവിടെ കിടന്നോളും. നമുക്കിത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് PDFൻ്റെ ഒരു ഗുണം. സോ ചെതലരിക്കത്തില്ല, തീ പിടിക്കത്തില്ല, അങ്ങനത്തെയൊക്കെ ബെനിഫിറ്റ് ഡിജിറ്റൽ ഡേറ്റയ്ക്കുണ്ട്. So, to provide widespread access to the data and information to a very large group of users simultaneously. നിങ്ങൾക്ക് FM-ൻ്റെ ടെക്സ്റ്റ് കയ്യിലില്ല, FM എന്നല്ല, ഏത് സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റും കയ്യിലില്ല, നേരെ ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്.
നേരെ മറിച്ച് നിങ്ങൾക്ക് ഹാർഡ് കോപ്പി മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എക്സാം എഴുതാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഒരു കുട്ടിക്ക് പറ്റത്തില്ല. ആ ഒരു ഹാർഡ്ഷിപ്പ് ഒഴിവാക്കാനാണ് എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റിൽ മെറ്റീരിയൽ കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ഡിജിറ്റൈസേഷൻ ഒബ്ജക്റ്റീവ്. ഒരുപാട് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിലേക്ക് നമുക്ക് ഡേറ്റ എത്തിക്കണം. 2, പ്രിസർവേഷൻ ഓഫ് ഡേറ്റ ഫോർ ലോങ്ങർ പീരീഡ്. ഹാർഡ് കോപ്പി ആണെങ്കിൽ നമുക്കത് ഒത്തിരി തലവേദനയാണ്. നമ്മളിത് ഒരു മുറിയിൽ തന്നെ നമ്മളിതെല്ലാം കുറേ അടുക്കി വെക്കണം. നേരെ മറിച്ച് PDF അങ്ങനെ ഡിജിറ്റൽ കോപ്പി ആണെങ്കിലോ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. ഒരു ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കിലോ ഒരു പെൻ ഡ്രൈവിലോ എവിടെ വേണേലും നമുക്കത് സേവ് ചെയ്തിടാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ 2 പ്രൈമറി ഒബ്ജക്റ്റീവ്. സോ വൈ വി ഡിജിറ്റൈസ്? എന്തിന് നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നു? ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്തിന് നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നു. ഇംപ്രൂവ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇൻഡെക്സിങ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ദിസ് ഹെൽപ്സ് ഇൻ റിട്രീവൽ ഓഫ് റെക്കോർഡ്സ്. ഫിസിക്കൽ സാധനം കത്തിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് റിട്രീവ് ചെയ്യാൻ എളുപ്പമാണ്. ഡിജിറ്റൈസേഷൻ റെക്കോർഡ്സ് മേ ബി ആക്സസ്ഡ് ബൈ മോർ ദാൻ 1 person സൈമിൾട്ടേനിയസ്ലി. ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ സമയം ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒറ്റ ബുക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കണം, അല്ലേ? പാടാ. നേരെ മറിച്ച് മൾട്ടിപ്പിൾ കോപ്പീസ്, മൾട്ടിപ്പിൾ ഡിജിറ്റൽ ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് മെയിൽ അയച്ചു കൊടുത്താൽ മതി, എല്ലാവർക്കും ഒരേ സമയം കാര്യം നടക്കും. ഇറ്റ് ബിക്കംസ് ഈസിയർ ടു റീയൂസ് ദ ഡേറ്റ വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു റീയൂസ് ഇൻ ദ പ്രസൻറ്റ് ഫോർമാറ്റ്. ഇപ്പോൾ ഒരു ബുക്കുണ്ട്, ഓക്കെ, ഞാൻ ആ ഒരു ബുക്കിനകത്ത് അണ്ടർലൈൻ ചെയ്ത് കുത്തി വരച്ച് ഇതാക്കിയെന്ന് വിചാരിക്കുക. ഇത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് അത് എടുക്കുമ്പോൾ ഒരു മുഷിച്ചിൽ വരും, റീയൂസ് ചെയ്യാൻ പാടാ. നേരെ മറിച്ച് ഡിജിറ്റൽ ആണെങ്കിലോ കുഴപ്പമില്ല, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടല്ലോ, റീയൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെൽപ്സ് ഇൻ വർക്ക് പ്രോസസ്സിങ്. പിന്നെ ഹയർ ഇൻറ്റഗ്രേഷൻ വിത്ത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. നമുക്ക് കുറച്ചുകൂടെ പ്രോസസ്സ് ചെയ്യാനും ഇൻഫർമേഷൻ സിസ്റ്റത്തിനും നമുക്ക് കുറച്ചുകൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈസിയർ ടു കീപ് ബാക്കപ്പ്. ഈ ഒറിജിനൽ നമുക്ക് ഹാർഡ് കോപ്പി ആണെന്നുണ്ടെങ്കിൽ, ബുക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടി ഒരു ലൈബ്രറി പോലെ ഷെൽഫ് ഉണ്ടാക്കി, നിങ്ങൾ ഈ ഗവൺമെൻറ് ഓഫീസിലൊക്കെ കണ്ടിട്ടുണ്ടോ? കുറേ ഷെൽഫുകൾ കാണും, കുറേ റെക്കോർഡുകൾ കാണും, കുറേ ഫയലുകൾ കാണും, അടുക്കി പൊടിയും പിടിച്ച് ഒരു കാര്യമില്ല, ചുമ്മാ കിടക്കും, അല്ലെ? വെറുതെ സ്റ്റോറേജ് പോകും. നേരെ മറിച്ച് ഇതിൻ്റെയൊക്കെ ബാക്കപ്പ് ആണെങ്കിലും റിട്രീവൽ ആണെങ്കിലും ഒക്കെ നമുക്ക് എളുപ്പമാണ്. നേരെ മറിച്ച് ഈ ഒരു ഇപ്പം നമ്മൾ പറയാം ഇതിനൊക്കെ ഒന്ന് തീ പിടിച്ചെന്ന് വിചാരിക്കേ, പോയി കഴിഞ്ഞു. നേരെ മറിച്ച് ഒരു ക്ലൗഡിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ ആണെങ്കിലോ, ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ ഒരു സൈറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു സെർവറിലോ സേവ് ചെയ്തിട്ടുള്ള ഡേറ്റ ആണെങ്കിലോ നമുക്ക് ആ സെർവർ ഇപ്പം ഇത് കത്തിപ്പോയാലും നമുക്ക് ആ സെർവറിൽ നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ദി മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ത്രൂ നെറ്റ്വർക്ക്ഡ് സിസ്റ്റംസ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റ് തന്നെ എടുക്കാം, നമുക്ക് PDF നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇന്ത്യയിലായിരിക്കണം എന്നില്ല, നമുക്ക് അമേരിക്കയിൽ പോയിട്ടോ അല്ലെങ്കിൽ UK പോയിട്ടോ കാനഡയിൽ പോയിട്ടോ എവിടെ വേണ്ടോ നമുക്ക് ഈ സൈറ്റ് മാത്രം കയറി നമുക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്യാം. അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. നേരെ മറിച്ച് ഒറ്റ ബുക്കേ ഉണ്ടെങ്കിലോ അത് പറ്റത്തില്ല. മനസ്സിലാവും? ഞാൻ ഈ ബുക്കെന്ന് ഉദ്ദേശിക്കുന്ന ഡേറ്റേനെയാണ്. ബുക്കിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുന്നു. അടുത്ത ഇൻക്രീസ്ഡ് സ്കോപ്പ് ഫോർ റൈസ് ഇൻ ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി. ഹാർഡ് കോപ്പി യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എപ്പോഴും സോഫ്റ്റ് കോപ്പി യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. റിക്വയർസ് ലെസ് ഫിസിക്കൽ സ്റ്റോറേജ്. ഗവൺമെൻറ് ഓഫീസിൻ്റെ എക്സാമ്പിൾ ഓർത്താൽ മതി. ഇഷ്ടംപോലെ ഫയൽസ്, കുറേ ഷെൽഫുകൾ, ഇത്രയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചുമ്മാ സിമ്പിൾ ഫയലായിട്ട് PDF ആയിട്ട് സേവ് ചെയ്യുവാണെങ്കിൽ, അല്ലേ? അപ്പോൾ എപ്പോഴും ഹാർഡ് കോപ്പീനെക്കാട്ടിലും നമുക്ക് സോഫ്റ്റ് കോപ്പിയാണ് നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യാനും കോസ്റ്റ് എഫക്റ്റീവായിട്ടും ഉള്ളത്. ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മൾ എന്തിന് ഡിജിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റീസൺസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഹൗ ഡു വി ഡിജിറ്റൈസ്? നമ്മൾ എങ്ങനെ ഡിജിറ്റൈസ് ചെയ്യും? ഇതൊരു 6 phase പ്രോസസ്സാണ്, 6 സ്റ്റെപ്പ്. ഫസ്റ്റ് phase 1 ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റ്. ഓക്കെ, നമ്മൾ ഒരു സാധനത്തിനെ ഡിജിറ്റൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മുടെ കമ്പനിയിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട്, നമുക്കതിനെ ഡിജിറ്റൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ നമ്മൾ ആദ്യമേ നോക്കണം അക്രൂവൽ ബെനിഫിറ്റ് ഓഫ് ദ പ്രോജക്റ്റ്. ഇത് ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ്. കോസ്റ്റ് ആസ്പെക്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്, ഡിജിറ്റൈസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ്, ചിലവ്. അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഡിജിറ്റൈസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ നിലവിലുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം. എക്സ്പെക്റ്റഡ് വാല്യൂ ജനറേഷൻ, ഈ ഡിജിറ്റൈസേഷൻ കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ആവുന്ന മൂല്യം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ വരാൻ പോകുന്ന മാറ്റം. റിസ്ക് അസസ്മെൻറ്റ് ഫോർ ദ റിസോഴ്സസ് that may be facing quick destruction may require an early digitization.
അതായത് എന്താണ്, പെട്ടെന്ന് നശിച്ചു പോകാൻ എളുപ്പമുള്ള ഡേറ്റയാണെങ്കിൽ നമ്മൾ എന്താണ് പെട്ടെന്ന് അതിനെ ഡിജിറ്റൈസ് ചെയ്തിരിക്കണം. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് പ്രൊപ്പോസ്ഡ് ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റ്. നമ്മൾ ഡിജിറ്റൈസ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ എന്താണ് പല ആസ്പെക്റ്റുകളെയും പറ്റി, അതിൻ്റെ ചിലവ്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ, ഭാവിയിൽ വരുന്ന എന്താണ് ചേഞ്ചസ്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്താണ് ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് അസസ്മെൻറ്റ്. In any institution, all records are never digitized. The data that requires digitization is to be decided on the basis of content and context. ഒരു സ്ഥാപനത്തിൽ എല്ലാ ഡോക്യുമെൻസും പിടിച്ച് ഡിജിറ്റൈസ് ചെയ്യാൻ പറയത്തില്ല ആരും. വേണ്ട ഡേറ്റ മാത്രം ഡിജിറ്റൈസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചോട്ടെ, ഒരു കമ്പനിക്ക് സെയിൽസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ പർച്ചേസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ. ഈ പർച്ചേസ് ചെയ്യുന്നത് കിട്ടുന്ന ഇൻവോയ്സ് ഉണ്ടല്ലോ, ഹാർഡ് കോപ്പി, ഈ എല്ലാ ഇൻവോയ്സും എടുത്ത് എന്താണ് സ്കാൻ ചെയ്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഡിജിറ്റലാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ചുമ്മാ ഇപ്പം എന്താണ് ചെറിയ ലോക്കൽ പർച്ചേസ് ഒക്കെ ആണെങ്കിൽ അതൊന്നും പിടിച്ച് സ്കാൻ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. നേരെ മറിച്ച് ഒരു അസറ്റ് വാങ്ങി, അസറ്റിൻ്റെ ഇൻവോയ്സ് ആണ്. ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങി, അതിൻ്റെ ഇൻവോയ്സ് ആണ്. അത് ഡിജിറ്റൈസ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലായോ? മെറ്റീരിയാലിറ്റി അനുസരിച്ചിട്ട് കോണ്ടൻറ്റും കോണ്ടെക്സ്റ്റും നോക്കിയിട്ട് വേണം നമ്മൾ ഡിജിറ്റൈസ് ചെയ്യാൻ. അപ്പം എന്തൊക്കെ സാധനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം, അസസ് ചെയ്യണം. അതാണ് സെക്കൻഡ് ഫേസ്. ആൻഡ് ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ഫോർ ഡിജിറ്റൈസേഷൻ ഈസ് ഓൾസോ അസസ്ഡ് അറ്റ് ദിസ് സ്റ്റേജ്. നമുക്ക് ഇത് ഡിജിറ്റൈസ് ചെയ്യാനുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഉണ്ടോയെന്നുകൂടെ നമ്മൾ അസസ് ചെയ്യണം. ഇതിന് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് നമുക്കുണ്ടോ നമ്മൾ നോക്കണം. റിസ്ക് അസസ്മെൻറ്റ് അറ്റ് ദിസ് ലെവൽ, അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇങ്ങനെ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ അതുകൂടി നമ്മൾ എന്താണ് നോക്കണം. നമ്മൾ എന്തൊക്കെ നോക്കണം? എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ, ചെയ്യുന്ന ഡേറ്റയിലെ കോണ്ടൻറ്റും കോണ്ടെക്സ്റ്റും നമ്മൾ നോക്കണം. 2 ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. 3 ഹ്യൂമൻ റിസോഴ്സ്. 4 റിസ്ക് അസസ്മെൻറ്റ്. ഈ 4 കാര്യങ്ങളാണ് അസസ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ അല്ലേ? ഫേസ് 3 പ്ലാനിങ്. ഇതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യണം എങ്ങനെ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യണോ അതോ സെറ്റായിട്ട് ചെയ്യണോ, അങ്ങനെയുള്ളത്. സോ അതാണിത്. സക്സസ്ഫുൾ എക്സിക്യൂഷൻ ഓഫ് ഡിജിറ്റൈസേഷൻ മേ നീഡ് എന്താണ് മെറ്റിക്കുലസ് പ്ലാനിങ്. ഇൻസ്റ്റിറ്റ്യൂഷൻ മേ ഡിസൈഡ് ടു കംപ്ലീറ്റ് ദ ഡിജിറ്റൈസേഷൻ ഇൻ ഹൗസ് ഓർ ഓൾട്ടർനേറ്റീവ്ലി ബൈ ആൻ ഔട്ട്സോഴ്സ് ഏജൻസി. നമ്മൾ സ്വയമേ ചെയ്യണോ അതോ പുറത്തുള്ള ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കണോ, ഒന്നിച്ച് ചെയ്യണോ ബാച്ചായിട്ട് ചെയ്യണോ, അങ്ങനെയൊക്കെ ഉള്ളതാണ് അടുത്ത പ്ലാനിങ് സ്റ്റേജ്. ഫേസ് 4 അപ്പോൺ കംപ്ലീറ്റ്മെൻറ്റ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് പ്ലാനിങ് ഡിജിറ്റൈസേഷൻ സ്റ്റാർട്ട്സ്. സോ മൂന്നാമത്തെ സ്റ്റേജ് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂഷനാണ്. എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഡിജിറ്റൈസേഷൻ സ്റ്റാർട്ട്സ്. Phase 5 processes in care of records. Once the digitization is complete, there are a few additional requirements which may be linked to administration of records. Permission for accession of data, intellectual control, ഇതെല്ലാം നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്യണം. ഒരിക്കൽ ഡേറ്റ ഡിജിറ്റലാക്കി കഴിഞ്ഞാൽ ചുമ്മാ ഡിജിറ്റലാക്കി എന്ന് പറഞ്ഞ് എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ക്രൂഷ്യൽ ഡേറ്റ ആണെങ്കിൽ, അതല്ല കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ, കമ്പനിക്ക് അകത്തുള്ള രഹസ്യമാണെന്നുണ്ടെങ്കിൽ, നാളെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിനെ ബാധിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തോ ചെയ്യണം. നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആർക്കൊക്കെ ഇതിലേക്ക് കൺട്രോൾ ഉണ്ട്, കൺട്രോൾ കൊടുക്കണ്ട എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണം. ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പൂട്ടി വെക്കണം, ആർക്കൊക്കെ ഇത് തുറന്നു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. അതാണ് പ്രോസസ്സസ് ഇൻ കെയർ ഓഫ് റെക്കോർഡ്സ്. സോ അതിൻ്റെ മുകളിലുള്ള കൺട്രോൾ നോക്കുക. അതാണെന്ത് പ്രോസസ്സസ് ഇൻ കെയർ ഓഫ് റെക്കോർഡ്സ്. ഫേസ് 5 ആൻഡ് ഫേസ് 6. Once the digitization is project is updated and implemented, the final phase should be systematic determination of project's merit, worth and significance using objective criteria. Primary purpose is to enable reflection, assist, identify changes that would improve the future digitization process. ഒരു ഡിജിറ്റൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വിലയിരുത്തുക, നമ്മുടെ ഇപ്പോഴത്തെ പ്രോസസ്സിൽ എന്തൊക്കെ സംഭവിച്ചു, ഭാവിയിലെ പ്രോസസ്സിൽ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം. ഇതാണ് ഫേസ് 6. അപ്പോൾ 6 ഫേസ്. ഫസ്റ്റ് 1 എന്തുവാ ജസ്റ്റിഫിക്കേഷൻ, സെക്കൻഡ് 1 അസസ്മെൻറ്റ്, തേർഡ് 1 പ്ലാനിങ്, ഫോർത്ത് 1 ഡിജിറ്റൈസേഷൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും, ഫിഫ്ത്ത് 1 ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നു, സിക്സ്ത് 1 ഇവാലുവേഷൻ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സോ മെയിനായിട്ട് ഹെഡിങ് ഓർത്തിരിക്കുക. ഹെഡിങ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഹെഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ 8.3 സബ് മൊഡ്യൂൾ, ഡിജിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ. ടെക്സ്റ്റ് നോക്കണോ? വേണേൽ കാണിച്ചു തരാം. കുറേ വലിച്ചുപാരി നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡിജിറ്റൈസേഷൻ്റെ മറ്റൊരു ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എന്താണ് അയാളുടെ ഫിംഗർ പ്രിൻറ്റ്സ്, ബയോമെട്രിക്സ്, അയാളുടെ കണ്ണിൻ്റെ റെറ്റിനൽ സ്കാന്, അതുപോലെ തന്നെ അയാളുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ബാങ്ക് അക്കൗണ്ട്, പാൻ നമ്പർ. ഇന്ന് ആധാർ ലിങ്ക് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിലില്ല. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഈവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഇപ്പോൾ ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡിജി ലോക്കറിന് കേട്ടിട്ടുണ്ടോ? ഡിജി ലോക്കറിനകത്താണെങ്കിലും ആധാർ, ഒരാളെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ 10+2 ഡിഗ്രി, ഇപ്പോൾ CMA ഉണ്ടെങ്കിൽ CMAയുടെ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് വേണ്ട സകലമാന സർട്ടിഫിക്കറ്റ് ഒരൊറ്റ ആധാർ നമ്പറിൽ കിട്ടും. ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഡിജിറ്റൈസേഷൻ. ഓക്കെ, സോ അതിൻ്റെ പ്രോസസ്സുകളെല്ലാം വലിച്ചു വാരി അവർ എഴുതി കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, മൈൻഡ് ആക്കണ്ട. ഡിജിറ്റൈസേഷൻ അത്രയേ ഉള്ളൂ. അടുത്തത് 8.4 ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡേറ്റ ടു ഡിസിഷൻ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോസസ്ഡ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ ഡേറ്റ വെച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ ഈ ഡേറ്റേനെ ഡിസിഷൻ റെലവൻറ്റ്, ഒരു തീരുമാനമെടുക്കത്തക്ക രീതിയിൽ പ്രാപ്തിയുള്ള ഡേറ്റയാക്കി മാറ്റണം. അതാണ് ഇനിയും പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കളക്ഷൻ ഓഫ് ഡേറ്റ. Collection of data may be done with standardized system in place. Appropriate software and hardware may be used for this purpose. Appointment of trained staff also plays an important role in collecting accurate and relevant data. Data collect ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും സ്റ്റാഫും വേണം. ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഡേറ്റേനെ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് അതിനെ പ്രോസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് വൺ, ഓർഗനൈസിങ് ദ ഡേറ്റ. ദ റോ ഡേറ്റ നീഡ്സ് ടു ബി ഓർഗനൈസ്ഡ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് മാനർ ടു ജനറേറ്റ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഈ കിട്ടിയ റോ ആയ ഡേറ്റേനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ബെറ്റർ ആക്കി എടുത്തിട്ട് എന്താണ് നമ്മളതിനെ സോർട്ട് ഔട്ട് ചെയ്ത്, നമ്മളിപ്പോൾ കണ്ടില്ലേ ഓർഡിനൽ സ്കെയില്, നോമിനൽ സ്കെയില്, അങ്ങനെ നമുക്ക് വേണ്ട ടൈപ്പ് ഓഫ് സ്കെയിൽ അപ്ലൈ ചെയ്ത് അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇതാണ് ഓർഗനൈസിങ് ദ ഡേറ്റ. ഡേറ്റ പ്രോസസ്സിംഗ്. അറ്റ് ദിസ് സ്റ്റെപ്പ് ഡേറ്റ നീഡ്സ് ടു ബി ക്ലീൻഡ് ടു റിമൂവ് ദ അൺനെസസറി എലമെൻറ്റ്സ്. If any data point is missing or not available, that also needs to be addressed. The option for available for presentation format for the data also need to be decided. So നമ്മൾ ഇനി ഡേറ്റ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ ഓർഡർ ഒക്കെ ആക്കി സോർട്ട് ചെയ്ത് വെച്ചു. ഇനി അതിനകത്ത് നമുക്ക് നോക്കണം, ഈ വെച്ചേക്കുന്ന സാധനത്തിനകത്ത് നമുക്ക് വേണ്ടത് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കണം. വേണ്ടത് മാത്രം എടുത്താൽ മതി. അല്ലാതെ കണ്ട ചപ്പ് ചവറെല്ലാം കൂടെ നമ്മൾ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡേറ്റ റിഡൻഡൻസി ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വെറുതെ അത് സ്റ്റോറേജ് വേസ്റ്റാണ്. അപ്പം വേണ്ടാത്തത് കളയുക, ഇല്ലാത്തതിനെ പറ്റി നോക്കുക, ആൻഡ് എന്താണ് പ്രസൻറ്റേഷൻ ഓപ്ഷൻസിനെ പറ്റി നോക്കുക. ഇതാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ പ്രോസസ്സ് ചെയ്ത ഡേറ്റേനെ ഇൻ്റഗ്രേഷൻ ഓഫ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റഗ്രേഷൻ ഇസ് എ പ്രോസസ് ഓഫ് കമ്പൈനിങ് ഡേറ്റ ഫ്രം വേരിയസ് സോഴ്സസ് ഇൻ ടു എ സിംഗിൾ യൂണിഫൈഡ് ഫോം. ഡേറ്റ ഇൻ്റഗ്രേഷൻ enables analytics tools to provide effective and actionable business intelligence. എന്നിട്ട് ഇപ്പം നമ്മൾ ഡേറ്റ എടുക്കാനാണെങ്കിൽ ഞാനീ പറഞ്ഞു റെലവൻറ്റ് ഡേറ്റ, വേണ്ട ഡേറ്റേനെ മാത്രം എടുക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ട ഒരു ഡിസിഷനാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് നമ്മൾ എന്താണ് ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ശരി. സോ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ NPV കണ്ടുപിടിക്കണം അല്ലേ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അല്ലേ? സോ NPV നമ്മൾ കണ്ടുപിടിക്കണം. NPV കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? നമ്മുടെ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ വേണം, പിന്നെ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ വേണം, പിന്നെ ടെർമിനൽ ഫ്ലോ ഉണ്ടെങ്കിൽ ടെർമിനൽ ഫ്ലോ വേണം അല്ലേ? പിന്നെ നമുക്ക് ഡിസ്കൗണ്ടിങ് റേറ്റ് വേണം. സോ ഇതൊക്കെ നമുക്ക് വേണം. സോ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായിട്ട് എടുത്താൽ മതി അല്ലേ? സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് നമ്മൾ വേണ്ട ഡേറ്റ എടുക്കുന്നു. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിംഗുലർ ഫിഗർ കിട്ടണം, നമുക്ക് ഒറ്റ ഫിഗർ കിട്ടണം. അതേപോലെ തന്നെ എന്താണ് ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോസ്, അതും നമുക്ക് എന്താണ് പല വർഷങ്ങളിലെ ഒറ്റ ഫിഗറായിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ നമുക്ക് വേണ്ട ഡേറ്റ മാത്രമായിട്ട് കിട്ടിയാൽ മതി അല്ലേ? അപ്പം ഇതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് എന്താണ് നമ്മൾ NPV കണ്ടുപിടിക്കണം. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പല ടൈപ്പ് ഓഫ് ഡേറ്റേനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അതിനെ എന്തോ ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യണം. അടുത്ത ഡേറ്റ റിപ്പോർട്ടിംഗ്. ഡേറ്റ റിപ്പോർട്ടിംഗ് involves translating data into consumable format to make it accessible by the users. യൂസേഴ്സിന് ഇത് ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണം. നമ്മൾ എന്തോ ചെയ്യണം, ഇതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണം. അതാണ് ഡേറ്റ യൂട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്രയേ ഉള്ളൂ. അപ്പം
കളക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഓക്കെ, കളക്ട്, ഓർഗനൈസ്, പ്രോസസ്, ഇൻ്റഗ്രേറ്റ്, റിപ്പോർട്ട്, യൂട്ടിലൈസ്. ഓക്കെ, 6 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇതെന്തിനാണ്? കൺവേർഷൻ ഓഫ് ഡേറ്റ ഇൻറ്റു ഡിസിഷൻ റെലവൻറ്റ് ഡേറ്റ. ഓക്കെ, അതും കഴിഞ്ഞു. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ക്വാളിറ്റി ഡിസിഷൻ മേക്കിംഗ്. പ്രോപ്പറായ ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? പ്രോപ്പറായ ഡേറ്റയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബൈ ട്രാൻസ്ഫോമിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ടു എ പ്രോസസ് ഫോർ ക്വാളിറ്റി ഡിസിഷൻ മേക്കിംഗ്, ദ ഫേം ഷുഡ് അച്ചീവ് ദ ഫോളോയിങ് എബിലിറ്റീസ്. പ്രോപ്പറായ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം ഫേമിന് ഉണ്ടായിരിക്കണം. ഒന്ന്, logical understanding of a wide range of structured and unstructured data and put on the information to corporate planning, budgeting, forecasting. പ്രോപ്പറായിട്ട് ഡേറ്റേനെ എടുത്തിട്ട് സ്ട്രക്ചേർഡ് ഡേറ്റ ആയാലും അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആയാലും അതിനെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിലും ബഡ്ജറ്റിങ്ങിലും ഡിസിഷൻ സപ്പോർട്ടിലും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. predict outcomes for more effective and compared to conventional forecasting technique based on historical financial reports. പഴയ റെക്കോർഡ് വെച്ച് പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ നോക്കുന്നതിന് പകരം നമ്മളിപ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റായ ടൂൾസ് ഉണ്ട്. നമുക്ക് ChatGPT ഉണ്ട് അല്ലേ, നമ്മുടെ AI ടൂൾസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഫോർകാസ്റ്റിംഗ് നമുക്ക് നടത്താൻ പറ്റും. നമ്മുടെ കമ്പനിയിലെ അവസ്ഥകളൊക്കെ നമ്മളിതിന് AI ടൂൾസിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ പാസ്റ്റ് മാത്രം നോക്കാതെ ഫ്യൂച്ചർ, ഭാവിയിലെ കാര്യങ്ങളൂടെ, ഇപ്പം മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ നിലവിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ നിലവിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ്. 3, റിയൽ ടൈം സ്പോട്ടിംഗ് ഓഫ് എമർജിങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾസോ കേപ്പബിലിറ്റി ഗ്യാപ്സ്. റിയൽ ടൈം സ്പോട്ടിംഗ് ഓഫ് എമർജിങ് ഓപ്പർച്യൂണിറ്റീസ്. പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് യൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കോവിഡ് വന്ന സമയത്ത് സ്പോട്ടിൽ അതുകൊണ്ട് പ്രോഫിറ്റ് അടിച്ച ഒരു സെക്ടർ എന്ന് പറയുന്നത് മാസ്ക് ഉണ്ടാക്കലായിരുന്നു. എല്ലാവരും മാസ്ക് വെച്ചുകൊണ്ട് പുറത്തിറങ്ങണം. മാസ്ക് ഉണ്ടാക്കുന്നവർക്ക് ലാഭമായില്ലേ? അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് സ്പോട്ടിൽ അത് യൂസ് ചെയ്യാൻ പഠിക്കണം. അതാണ് സംഭവം. അടുത്ത, മാർക്കറ്റ് മേക്കിംഗ് സ്ട്രാറ്റജീസ് ഫോർ റെസ്പോണ്ടിങ് ടു അൺസർട്ടൺ ഈവൻറ്റ്സ് ലൈക്ക് മാർക്കറ്റ് വോൾട്ടാലിറ്റി ആൻഡ് ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ്സ് ത്രൂ സിമുലേഷൻ. നമ്മൾ സിമുലേഷൻ, അതായത് വരാൻ പോകുന്ന സിറ്റുവേഷൻസിനെ സിമുലേറ്റ് ചെയ്ത്, നിങ്ങൾ സിമുലേഷനൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ? സോ ആ സിമുലേഷൻ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ വോൾട്ടാലിറ്റി അല്ലെങ്കിൽ അൺസർട്ടൺ ഈവൻറ്റ്സിനെ നമ്മൾ മനസ്സിലാക്കി അതിനായിട്ടുള്ള സ്ട്രാറ്റജി, അൺസർട്ടൺ ആയിട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കത്തക്ക രീതിയിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണം. അടുത്ത, ഡയഗ്നോസ്, ഫിൽട്ടർ ആൻഡ് എക്സെപ്റ്റ് വാല്യൂസ് ഫ്രം ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് ബെറ്റർ ബിസിനസ് ഡിസിഷൻസ്. എക്സെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാക്റ്റ് എന്ന് തന്നെ കേട്ടോ മീനിങ്. അതായത് ഫൈനാൻഷ്യൽ ഓപ്പറേഷണൽ ഇൻഫർമേഷനിൽ നിന്നും വേണ്ട വാല്യൂസിനെ പ്രോപ്പറായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് പ്രോപ്പർ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണം. റെക്കഗ്നൈസ് വയബിൾ അഡ്വാൻറ്റേജസ് ടു സർവീസ് കസ്റ്റമേഴ്സിനെ ബെറ്റർ മാനേജ്മെൻറ്റ്. കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഐഡൻറ്റിഫൈയിങ് പോസിബിൾ ഫ്രോഡ് പോസിബിലിറ്റീസ് ഓൺ ദ ബേസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ്. ഫ്രോഡ് നടക്കാനുള്ള സാധ്യതകൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ബിൽഡിംഗ് ഇംപ്രസീവ് ആൻഡ് യൂസ്ഫുൾ ഡാഷ്ബോർഡ്സ് ടു മെഷർ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് സക്സസ് ലീഡിങ് ടു എഫക്റ്റീവ് സ്ട്രാറ്റജീസ്. ഡാഷ്ബോർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സമ്മറൈസ്ഡ് ഫോർമാറ്റാണ്. സോ പ്രോപ്പർ ഡാഷ്ബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ അതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ക്വാളിറ്റി ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതും ഒരു മൊഡ്യൂളാണ്. അടുത്ത 8.6, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം റിഗാർഡിംഗ് ഡേറ്റ. സ്കെപ്റ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. നമ്മളെപ്പോഴും നമുക്ക് കിട്ടിയ ഡേറ്റയിലെ സംശയിച്ചുകൊണ്ടിരിക്കണം. ഇത് കറക്റ്റാണോ, ഈ ഡേറ്റ കറക്റ്റാണോ, ഇതിനകത്ത് തെറ്റുണ്ടോ? തെറ്റായ ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും തെറ്റും. സോ അതുകൊണ്ട് one major concern about the use of data analytics is the likelihood of false positives. Data may identify few potential anomalies. This could later be identified as reasonable and explain variations. Frequency of false positives increases proportionately with the size and complexity of data. ഡേറ്റയുടെ അളവ് കൂടുന്തോറും തെറ്റാനുള്ള സാധ്യതയും കൂടും. അല്ലെങ്കിൽ അതിനകത്ത് തെറ്റുകൾ വരാനുള്ള സാധ്യതയുടെ അളവും കൂടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഏരിയ ഫോർ പ്രാക്ടീഷണേഴ്സ്, റിസർച്ചേഴ്സ്, റെഗുലേറ്റേഴ്സ്.
At the same time, it may result in additional cost. It is important to identify and understand conditions in which finance and audit professionals should apply professional skepticism. നമ്മളെപ്പോഴും പറയും ഓഡിറ്റർ ഷുഡ് ഓൾവേസ് അപ്ലൈ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. ഓഡിറ്റർ എപ്പോഴും സ്കെപ്റ്റിക് ആയിരിക്കണം എന്ന് പറയും. കാരണം എന്താണ്, എപ്പോഴാണ് തെറ്റ്, അല്ലെങ്കിൽ സ്കെപ്റ്റിസിസം ദാറ്റ് ദ ഫൈനാൻഷ്യൽ ഡേറ്റ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ആർ ഓൾവേസ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ്. നിങ്ങൾ ഓഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡേറ്റ എപ്പോഴും മിസ്റ്റേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡേറ്റയിൽ തെറ്റുണ്ടായിരിക്കും. തെറ്റുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളെടുത്ത് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ. കളക്ട് ചെയ്യുന്ന ഡേറ്റയിൽ തെറ്റുണ്ടോ എന്നുകൂടെ നമ്മൾ നോക്കണം. അതാണ്, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അടുത്തത് 8.7 എത്തിക്കൽ യൂസ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇതോടെ ഉള്ളൂ, ചാപ്റ്റർ കഴിഞ്ഞു. 5 ബേസിക് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഓക്കെ, എത്തിക്കൽ യൂസ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഫസ്റ്റ് വൺ, റിഗാർഡിങ് ഓണർഷിപ്പ്. സോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, ഞാനീ പറഞ്ഞു, ഇപ്പം കുറച്ച് ഡേറ്റ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റ എനിക്ക് തോന്നിയ പോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കമ്പനി കുറച്ച് ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഉദാഹരണം പറയാനാണെങ്കിൽ, നിങ്ങൾ ട്രൂ കോളറിനെ പറ്റി മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. ട്രൂ കോളർ യൂസ് ചെയ്യുന്നവരുടെ എല്ലാം ഡേറ്റ അവർ ചോർത്തി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടില്ലായിരുന്നോ? ഇടയ്ക്ക് അങ്ങനത്തെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ചില ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ അതാ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ പെർമിഷൻ ചോദിക്കും. നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ്, കോൾസ്, കോൾ ഹിസ്റ്ററി, പിന്നെന്താണ് മൈക്രോഫോണ്, ലൊക്കേഷൻ, ഇതൊക്കെ ഞങ്ങൾ ആക്സസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കാറുണ്ട്, അല്ലയോ? അതേപോലെ തന്നെ വേറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ റാൻഡമായിട്ട് മറ്റൊരു വ്യക്തിയോട് പറയുന്ന കാര്യം, ഇപ്പം എടാ എനിക്കൊരു ചുമല കളർ ടീഷർട്ട് വാങ്ങിക്കണം എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുവാണെന്നുണ്ടെങ്കിൽ, പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിനകത്ത് റെഡ് കളർ ടീഷർട്ടുകളുടെ ആഡ്സും ഇതൊക്കെ വരാറുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്പീച്ചിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും എത്തിക്കലാണോ? അല്ല. നമ്മുടെ ഡേറ്റേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സോ അവിടെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു എത്തിക്സ് വേണം. അതാണ് ഇവിടെ പറയുന്നത്. 5 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡേറ്റ എത്തിക്സ് ദാറ്റ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഷുഡ് ഫോളോ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഡേറ്റ കിട്ടുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. റിഗാർഡിംഗ് ഓണർഷിപ്പ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ഓണർഷിപ്പ് ഓഫ് എനി പേഴ്സണൽ ഇൻഫർമേഷൻ ബിലോങ്സ് ടു ദ പേഴ്സൺ. എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ എൻ്റെ മാത്രം സ്വന്തമാണ്. അത് മറ്റാർക്കും മറിച്ച് വിൽക്കാനുള്ള റൈറ്റ് ഇല്ല. ഇറ്റ് ഈസ് അൺലോഫുൾ ആൻഡ് അൺഎത്തിക്കൽ ടു കളക്ട് സമ്മൺസ് പേഴ്സണൽ ഡേറ്റ വിത്തൗട്ട് ദെയർ കൺസെൻറ്റ്. ഞാൻ അറിയാതെ എൻ്റെ ഡേറ്റ കളക്ട് ചെയ്ത് വെക്കുന്നത് ഒരു ക്രൈമാണ്, തെറ്റാണ്. നിങ്ങൾ സ്റ്റോക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, സെയിം തിങ്. ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു ആസ്ക് ഫോർ പെർമിഷൻ ബിഫോർ ഹാൻഡ് ടു അവോയ്ഡ് ഫ്യൂച്ചർ ലീഗൽ ആൻഡ് എത്തിക്കൽ കോംപ്ലിക്കേഷൻസ്. മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പം സിനിമ, മൂവീസൊക്കെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മറ്റേ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ചിലരാണെങ്കിൽ ഇതൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ടെലിഗ്രാമിലും അല്ലെങ്കിൽ മറ്റ് സൈറ്റുകളിലൊക്കെ കൊണ്ടുവന്നിടാറുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സിനിമ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ആമസോൺ പ്രൈമോ കാശ് അവരൊരു ലൈസൻസ് ഫീ കൊടുത്ത് വാങ്ങിച്ച് അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് വാങ്ങിച്ച ഡേറ്റയാണ്. അതിൻ്റെ ഓണർ ആരാ? ആ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. പക്ഷേ അതുപോലും വക വെക്കാതെ ഇതിനെ ഡൗൺലോഡ് ചെയ്ത് ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് അൺഎത്തിക്കലല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ സിനിമയുടെ തിയേറ്റർ കോപ്പിയൊക്കെ ഇറങ്ങുന്നു അല്ലേ? ഒരു സിനിമയുടെ തിയേറ്റർ കോപ്പി, ഇപ്പം ആ സിനിമ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ മാത്രം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അവർക്ക് മാത്രം കോപ്പിറൈറ്റ് ഉള്ള ഒരു സാധനമാണ്. പക്ഷേ മറ്റൊരുത്തൻ ഒരു ക്യാമറയും കൊണ്ട് പോയിട്ട് അതിന് ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺലോഫുൾ ആണ്, അൺഎത്തിക്കലാണ്. സോ എപ്പോഴും നമ്മൾ അവരോട് ചോദിച്ചിട്ട് വേണം, അതിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ. റിഗാർഡിംഗ് ട്രാൻസ്പെറൻസി, ഒബ്ജക്റ്റീവ് വിത്ത് വിച്ച് ദ കമ്പനി ഈസ് കളക്ടിങ് യൂസേഴ്സ് ഡേറ്റ ഷുഡ് ബി നോൺ ടു ദ യൂസർ. എന്ത് കാര്യത്തിനാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ കമ്പനി ആളോട് പറഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ അവർ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാണ് ഇവർക്ക് ഈ പെർമിഷൻ എന്നുള്ള കാര്യം കൂടെ അവർ നമ്മളോട് പറയണം. എന്നാൽ മാത്രമേ അത് പ്രോപ്പർ ആവത്തുള്ളൂ. അതാണ് ട്രാൻസ്പെറൻസി. ഇറ്റ് ഷുഡ് ബി ക്ലിയർലി മെൻഷൻഡ് ഫോർ ദ പേർപ്പസ് ദ ഡേറ്റ ഷുഡ് ബി യൂസ്ഡ്. എന്ത് പർപ്പസിനാണ് ഡേറ്റ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയണം. തേർഡ് വൺ, റിഗാർഡിംഗ് പ്രൈവസി. ഓക്കെ,
As a user may allow to collect, store and analyze the personally identifiable information PII, that does not imply that it should be made publicly available. എൻ്റെ ഡേറ്റ കളക്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ കമ്പനിക്ക് ഞാൻ പെർമിഷൻ കൊടുത്തു. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ കമ്പനി ഹാസ് എ റൈറ്റ് ടു മേക്ക് ഇറ്റ് പബ്ലിക്. അത് പബ്ലിക് ആക്കാനുള്ള അവകാശം കമ്പനിക്കില്ല എന്നോട് ചോദിക്കാത്തിടത്തോളം. എന്നോട് ചോദിക്കാതെ എൻ്റെ ഡേറ്റ പബ്ലിക് ആക്കാൻ പറ്റത്തില്ല. എൻ്റെ മാത്രമല്ല, നിങ്ങളെല്ലാവരുടെയും. ഓക്കെ, ഫോർ കമ്പനീസ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പബ്ലിഷ് സം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. കമ്പനിക്ക് അവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പബ്ലിക് ആക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അതേ സമയത്ത് കമ്പനിക്ക് മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് പബ്ലിക് ആക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഉദാഹരണം പറയാം, കമ്പനിക്ക് കമ്പനിയുടെ നോർമൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിക് ആക്കണം എന്നുള്ള നിർബന്ധമാണ്. അത് അവരുടെ ആനുവൽ റിപ്പോർട്ടിനകത്ത് അറ്റാച്ച് എന്നുള്ള നിർബന്ധമാണ്. അതേസമയം കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാണ് നമ്മുടെ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരിക്കലും ഒരു കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല. ഏതൊരു കമ്പനിയുടെയും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ MCAയുടെ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ കമ്പനിയുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ കിട്ടും. പക്ഷേ ഒരു കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഒരിക്കലും ഒരു കമ്പനിയുടെ സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ MCAയുടെ സൈറ്റിലോ കിട്ടത്തില്ല. അത് സീക്രട്ട് ഇൻഫർമേഷനാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. So there may be some confidential information. If it falls into the wrong hands, they may create problems and financial loss. To provide privacy of data security process should be in place. പ്രോപ്പറായിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ആധാർ തന്നെ എടുക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒറ്റ രാത്രി കൊണ്ട് ആരെങ്കിലും ഈ ആധാറിൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളുടെ മുഴുവൻ ഡേറ്റയും പോയി, ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ എല്ലാം പോയി. സോ അത് സെക്യൂറാക്കി വെക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. സെയിം തിങ്, പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം ഇങ്ങനത്തെ ഡേറ്റയ്ക്ക്. ഇത് പബ്ലിക് ആക്കേണ്ട കാര്യമല്ല. പബ്ലിക് ആക്കേണ്ട ഡേറ്റ പബ്ലിക് ആക്കണം യൂസറിനോട് ചോദിച്ചിട്ട്. പ്രൈവറ്റ് ആക്കേണ്ട ഡേറ്റ പ്രൈവറ്റ് ആക്കി തന്നെ വെക്കണം, പ്രോപ്പർ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. Regarding intention, okay, the intention of data analysis should never be making profit out of others' weakness or for hurting others. മറ്റൊരാളുടെ ബലഹീനതയെ ചൂഷണം ചെയ്യാനോ മറ്റൊരാളുടെ വീക്ക്നെസ് വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനോ ആയിരിക്കരുത് കമ്പനി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. കളക്ടിങ് ഡേറ്റ വിച്ച് ഈസ് അൺനെസസറി ഫോർ അനാലിസിസ് ഷുഡ് ബി അവോയ്ഡഡ്. ഇറ്റ് ഈസ് അൺഎത്തിക്കൽ. കമ്പനിക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഡാമേജ് വരുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഡേറ്റ കളക്ഷനോ ഡേറ്റ യൂസിങ്ങോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കമ്പനിയുടെ ഇൻറ്റൻഷൻ എപ്പോഴും പ്യൂർ ആയിരിക്കണം. കമ്പനിയുടെ മാത്രമല്ല, ഡേറ്റ യൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ ഇൻറ്റൻഷനും പ്യൂർ ആയിരിക്കണം. മറ്റൊരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്കൊരു ഡാമേജ് വരത്തക്ക രീതിയിലോ ഉള്ള രീതിയിൽ എന്താണ് ഡേറ്റാനെ കളക്ട് ചെയ്യാനോ യൂസ് ചെയ്യാനോ പാടില്ല. അതാണ് ഇൻറ്റൻഷൻ. ആൻഡ് റിഗാർഡിംഗ് ഔട്ട്കം, in some cases even if the intentions are good, the result of data analysis may inadvertently hurt the clients and data providers. This is called a disparate impact. എന്താണ് ഡിസ്പാർട്ട് ഇമ്പാക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഉദ്ദേശത്തോടെ കളക്ട് ചെയ്ത് വെച്ച ഡേറ്റ ചിലപ്പോൾ ലീക്കായിട്ടും എന്താണ് ഒരാൾക്ക് ദോഷമായിട്ട് വരാം. അതിന് പറഞ്ഞ പേരാണ് ഡിസ്പാർട്ട് ഇമ്പാക്റ്റ് വിച്ച് ഈസ് അൺഎത്തിക്കൽ. ഓക്കെ, സോ അങ്ങനെ വരാതിരിക്കാനും കൂടെ കമ്പനീസ് ശ്രദ്ധിക്കണം. സോ അത്രയേ ഉള്ളൂ എത്തിക്കൽ യൂസ് ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റോടെ വെച്ച് കാണിച്ചു തരണോ? വിശ്വസിക്കണോ? ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡേറ്റ ടു ഡിസ്റ്റൻറ്റ് റെലവൻറ്റ് ഇൻഫർമേഷൻ പാടമൊക്കെ ഉണ്ട്. കളക്ഷൻ, ഓർഗനൈസേഷൻ, ഡേറ്റ പ്രോസസിംഗ്, ഇൻറ്റഗ്രേഷൻ, ഡേറ്റ റിപ്പോർട്ടിംഗ് കഴിഞ്ഞു. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത്രയും പോയിൻറ്റ്സേ ഉള്ളൂ, കഴിഞ്ഞു. സ്കെപ്റ്റിസിസം, അതും കുറേ എഴുതിയിട്ടുണ്ട് ഞാൻ. എന്താണ് സ്കെപ്റ്റിസിസം, എന്താണ് വേണ്ടതെന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്, അത് മതി. പിന്നെ എത്തിക്കൽ യൂസ് ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, ഓണർഷിപ്പ്, ട്രാൻസ്പെറൻസി, പ്രൈവസി, ഔട്ട്കം, ഇൻറ്റൻഷൻ, ഇത് അത്രേ ഉള്ളൂ. ഇതും ഞാൻ കുറച്ചൊക്കെ എന്താണ് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. വേണ്ടാത്തെല്ലാം കളഞ്ഞിട്ട് ഞാൻ അതിനെ എന്താണ് സ്ട്രീം ലൈൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ അല്ലേ മക്കളെ? സോ എന്താണ് നിങ്ങൾ നോട്ട് ഞാൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യും ഉടനെ തന്നെ. സോ ഈ നോട്ട്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ, നിങ്ങൾക്ക് ആ 20 മാർക്ക് സെക്യൂർ ചെയ്യാൻ ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. പ്ലസ് ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് കാണാം. ബൈ.